ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പം ഇന്ന് ആംപ്ലേറ്റ് വെച്ച് തന്നെ തുടങ്ങാം. ആംപ്ലേറ്റിൻ്റെ വിഷയമാണ് കേട്ടോ എന്ന് പറയാൻ പോണേ. ഇന്ന് ഓന് ഉച്ചക്ക് ഉറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് ഉറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഉറങ്ങിക്കഴിഞ്ഞാൽ നീക്കുമ്പോൾ പഴംപൊരി തരാമെന്ന്. പഴംപൊരി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ ഓ നീച്ചപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ആരെയും കടയിലേക്ക് ഇടാനും ഉണ്ടായിരുന്നില്ല. പഴംപൊരി ഉണ്ടാക്കാനുള്ളൊരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികളാണെങ്കിലും ഭയങ്കര ഓർമ്മശക്തി ഉണ്ട് കേട്ടോ. ഉറങ്ങി നീച്ചപ്പോൾ തന്നെ എന്നോട് നീച്ച വൈക്ക് ചോദിച്ചു, പഴംപൊരി എവിടെയെന്നാണ് ചോദിച്ചത്. അത് കിട്ടാൻ വേണ്ടി ഉറങ്ങിയ മാതിരി അരമണിക്കൂറട്ടേ ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷേ പഴംപൊരി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും പഴംപൊരി ചോദിച്ചപ്പോൾ പാവത്തിന് പഴംപൊരി എന്താണെന്ന് അറിയില്ല. ഇവിടുന്ന് എന്തായാലും നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വിരുന്നേരൊക്കെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനമാണല്ലോ പഴംപൊരി. അപ്പോൾ അവിടെ പോയി ഞങ്ങൾക്ക് വിരുന്നേര് വരാനും ഇല്ല. ഞങ്ങൾക്ക് എവിടേക്കും വിരുന്ന് പോയാലോട്ട് പഴംപൊരി കിട്ടൂല. കാരണം വലിയ പഴം അവിടെ കിട്ടൂല. അതുകൊണ്ട് പഴംപൊരി അറിയാത്തതുകൊണ്ട് ഞാൻ വേഗം ആംപ്ലേറ്റ് അടിച്ചിട്ട് അതിലൊരു 4 ഉള്ളിയും കോഴിമുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് പഴംപൊരിയെന്ന്. ഇത് കൊടുത്തേക്കെന്നത് എന്താ വെച്ചപ്പോൾ മുട്ടയാണ് കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഇതിന് മുട്ടാന്നും പറയും, ഇവിടെ വന്നാൽ അതിന് പഴംപൊരിയാണെന്ന് പറയാമെന്ന് വിചാരിച്ചു. പൊട്ടൻ വിശ്വസിച്ച് അത് കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ കുറച്ച് നേരം ചക്ക കഴിച്ചു. നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ പഴംപൊരി എന്തായാലും ഉണ്ടായില്ല, ചക്ക കഴിച്ചു കേട്ടോ. കുട്ടികൾക്കും ചക്ക കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊരു പുളി വന്ന ചക്ക. പിന്നെ വൈകുന്നേരം നല്ല മുരിങ്ങക്കറി ഉണ്ടായിരുന്നു, അയില പൊരിച്ചതും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു കേട്ടോ. ഒരുപാട് ചക്ക കഴിച്ചതിനേരം ഞങ്ങളൊന്നും വല്ലാണ്ട് ചോറ് കഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ചോറും ബാക്കിയായി.